എല്ലാവർക്കും നമസ്കാരം. ചങ്ങനാശ്ശേരി പട്ടണത്തിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനായി ഒരു പുതിയ ചാനൽ ചങ്ങനാശ്ശേരി കേന്ദ്രമാക്കി ആരംഭിക്കുന്ന വിവരം ഇതിനോടകം നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അത് സംബന്ധിച്ച ഒരു പുതിയ അപ്ഡേറ്റ് തരാനാണ് ഈ വീഡിയോ. ഈ ചാനൽ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ധാരാളം വ്യക്തികൾ ഈ ചാനലിനോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത അറിയിച്ച് ഞങ്ങളെ വിളിച്ചിരുന്നു. അവർക്കെല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചാനലിന്റെ പേര് ആദ്യം അനൗൺസ് ചെയ്തപ്പോൾ ലോകത്ത് ശ്രദ്ധയാകർഷിച്ച ഒരു രാജ്യാന്തര ചാനലിന്റെ പേരിനോട് വളരെ സാമ്യമുള്ള ഒരു പേരായതുകൊണ്ട് നിരവധി സുമനസ്സുകൾ ഞങ്ങളെ വിളിച്ച് അത് ഭാവിയിൽ മറ്റൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇടയില്ലേ എന്ന് പറഞ്ഞത് പ്രകാരം മറ്റൊരു പേരിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയുണ്ടായി. അതിതാണ് ചങ്ങനാശ്ശേരി TV അഥവാ CTV. ആ പേരിലായിരിക്കും ഈ വരുന്ന 14-ാം തീയതി മുതൽ, ഏപ്രിൽ 14 മുതൽ നമ്മുടെ ചാനൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് കുറച്ചധികം വീഡിയോകൾ നമ്മൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല കൗതുകങ്ങളും ഒരുപക്ഷെ നിങ്ങളിൽ ആരും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒട്ടേറെ കഥകളൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിരവധി പേർ ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിനോട് ഇതുവരെ സഹകരിച്ചു കഴിഞ്ഞു. അനേകർ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. ഏതായാലും 14-ാം തീയതി മുതൽ ചങ്ങനാശ്ശേരിയുടെ വാർത്തകൾക്ക് മാത്രമായി നമ്മൾ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി ഈ ചാനലിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ എനിക്ക് സന്തോഷമുണ്ട്. ശ്രീ ബിഫി വർഗീസ് പുല്ലുകാട് ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹം പ്രവാസി വ്യവസായിയാണ്, ചങ്ങനാശ്ശേരിക്കാരനാണ്. സ്വദേശത്തും വിദേശത്തുമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി സമൂഹത്തോടുള്ള തന്റെ പ്രതിബദ്ധത ഇതിനോടകം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീ ബിഫി വർഗീസ്. കൂടാതെ അദ്ദേഹം കേരള ഹാൻഡ്ബോൾ അസോസിയേഷൻ ചെയർമാനും ഹാൻഡ്ബോൾ അസോസിയേഷൻ ഇന്ത്യയുടെ വൈസ് ചെയർമാനുമായ ശ്രീ ബിഫി വർഗീസ്. പീയൂഷ് ആന്റണി സാമൂഹ്യ പ്രവർത്തകയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി ഏറെ വർഷങ്ങളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. സർവോപരി ചങ്ങനാശ്ശേരിക്കാരി. പീയൂഷ് ആന്റണി ഈ ചാനലിന്റെ സീനിയർ അഡ്വൈസറാണ്. ശ്രീ രമേശ് മാത്യു ചാനലിന്റെ അഡ്വൈസറി ബോർഡ് മെമ്പറാണ്. ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പ്രശസ്ത പ്രസിദ്ധീകരണത്തിന്റെ മുൻ ചീഫ് സ്പോർട്സ് റിപ്പോർട്ടറായിരുന്നു ശ്രീ രമേശ് മാത്യു. കൂടാതെ 2002 മുതൽ 2018 വരെ ദോഹയിലെ ഗൾഫ് ടൈംസിന്റെ സ്റ്റാഫ് കറസ്പോണ്ടന്റുമായിരുന്നു അദ്ദേഹം. റേഡിയോ മാക്ഫാസ്റ്റിന്റെ സ്റ്റേഷൻ ഡയറക്ടറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. എല്ലാറ്റിനുപരിയായി ചങ്ങനാശ്ശേരിയെ തന്റെ സ്വന്തം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മഹത് വ്യക്തിത്വം ശ്രീ വിനോദ് പണിക്കർ. അദ്ദേഹത്തെ ചങ്ങനാശ്ശേരിക്കാർക്ക് ഞാൻ പരിചയപ്പെടുത്തിയാൽ അത് സാഹസമായി തീരുമെന്ന് എനിക്കറിയാം. CJ ചങ്ങനാശ്ശേരി ജംഗ്ഷന്റെ ചീഫ് അഡ്മിനാണ്. മാത്രമല്ല ചങ്ങനാശ്ശേരിയിലെ ഏത് പൊതുപരിപാടിയിലും ഒഴിച്ചുകൂടാനാവാത്ത വിശിഷ്ട സാന്നിധ്യമെന്ന നിലയിൽ ശ്രീ വിനോദ് പണിക്കർ വളരെ ശ്രദ്ധേയനാണ്. യുവ സംരംഭകനും ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതനുമായ വിനോദ് പണിക്കരും അഡ്വൈസറി ബോർഡ് മെമ്പറായി ഈ ചാനലിൽ നമ്മോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ മാർട്ടിൻ ജോസഫ്, ടൈം മീഡിയ എന്ന യൂട്യൂബ് ചാനലിന്റെയും CTV എന്ന ഈ ചങ്ങനാശ്ശേരി TVയുടെയും എക്സിക്യൂട്ടീവ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. വളരെ സാവധാനത്തിലുള്ള ഒരു വളർച്ച മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ വളരെ വേഗത്തിൽ ഓടിക്കയറുക, കീഴടക്കുക ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊന്നും നമ്മുടെ ചാനലിനില്ല. മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കാം. ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉയർത്താനോ ഏതെങ്കിലും വ്യക്തിയെയോ സമൂഹത്തെയോ തളർത്താനോ ഈ ചാനൽ ഒരിക്കലും മുന്നിട്ടിറങ്ങുകയില്ല. ഏതെങ്കിലും തരത്തിലുള്ള സ്പർദ്ധ വളർത്തുന്ന യാതൊരുവിധ പ്രോഗ്രാമുകളും ഈ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ചുരുക്കം പറഞ്ഞാൽ മനസാക്ഷിയുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരും അതിനായി പ്രതിജ്ഞാബദ്ധരാണെന്ന് ഒരിക്കൽ കൂടി പൊതുസമൂഹത്തിന് ഉറപ്പു നൽകുന്നു. ചങ്ങനാശ്ശേരി TVയോട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ള റിപ്പോർട്ടേഴ്സ്, അവതാരകർ, ക്യാമറമാൻമാർ, എഡിറ്റേഴ്സ് തുടങ്ങിയവർക്ക് ഇനിയും ഇവിടെ സാധ്യതകളുണ്ട്. ഈ ചാനലിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇനി പറയുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാം. ദയവായി കോളുകൾ ചെയ്യരുത്, മറിച്ച് വാട്സാപ്പിലൂടെ നിങ്ങൾ നിങ്ങളുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ യഥാസമയം ഞങ്ങൾ നിങ്ങളെ തിരികെ ബന്ധപ്പെടുന്നതായിരിക്കും. ചങ്ങനാശ്ശേരിക്ക് വേണ്ടി നമുക്ക് ഒന്നിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നന്ദി.